എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടുന്ന വീഡിയോസിൽ എന്നെ കാണാറുണ്ടാവില്ല. നിങ്ങൾ എൻ്റെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ കൂടിയാണ്. ഡ്രസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. തമ്പനയിൽ കണ്ടപ്പോൾ ഏകദേശം നമുക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്, ഈ മെറ്റീരിയൽ എവിടെ നിന്നാണ് കിട്ടിയത്, എത്രയായി, റേറ്റ് എത്രയായി എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ ഇത് മെറ്റീരിയൽ വാങ്ങി ഞാൻ സ്റ്റിച്ച് ചെയ്തതൊന്നുമല്ല, എൻ്റെ എന്താ പറയുക ഒരു പഴയ സാരി കൊണ്ട് അടിച്ചതാണ്. അതുമാത്രമല്ല ഇതിൻ്റെ ആ ഒരു കളറും എന്താ ബ്ലൂവും റോസും അതൊരു ഭയങ്കര അട്രാക്റ്റ് ആയിട്ടുള്ളൊരു കളറാണല്ലേ രണ്ടും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഒരു ഡ്രസ്സിന് കൂടുതൽ ഭംഗി തോന്നുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു സാരി, ആ സാരീനെ ഞാൻ എന്താക്കി സാധാരണ നമ്മൾ സെറ്റ് പാവാട അടിക്കുന്ന വെച്ചാൽ എന്താ പറയുക ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇഴുത്തം വരെ വരും അല്ലേ, നമുക്ക് ബ്ലൗസ് ഇഴുത്തം വരെ ഉണ്ടാവും. പക്ഷേ ഇത് ഞാനൊരു ക്രോപ്പ് ടോപ്പ് മോഡലിലാണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം നമ്മൾ ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ അരഭാഗത്ത് വരുന്ന നമ്മുടെ ഈ ബെൽറ്റ് അത് കുറച്ച് എന്താ വീതിക്ക് തന്നെ തയ്ച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനിതൊരു ധാവണി മോഡലും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ അടിച്ചിട്ടുള്ളത്. ഇതിന് ഈ സാരി തന്നെ നമുക്ക് സാരി ആയതുകൊണ്ടാണെന്നറിയില്ല നന്നായിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ, അടുത്ത് ഞാൻ കാണിക്കാട്ടാ. പ്ലീറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അതിന് പ്രത്യേക ഒരു ഭംഗി വേറെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സാരിയുടെ ബ്ലൗസിന് ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഈ റോസ് മാത്രമായിരുന്നു. അപ്പം ഞാനൊരു റോസ് മാത്രം ഫുള്ളായിട്ട് കൊടുക്കാതെ ഈ സൈഡ് ഭാഗത്ത് ഈ നമ്മുടെ പാവാടേൻ്റെ ഒരു കളറും കൂടി കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന തുണിയാണെങ്കിൽ ആ മെറ്റീരിയൽ വെച്ചാൽ എനിക്ക് ശരിക്കും ലെങ്ത്ത്, ഞാൻ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ലെങ്ത്ത് അധികം കിട്ടില്ല. അതുപോലെ പ്ലീറ്റ്സും അധികം ഒന്നും കിട്ടില്ല. അപ്പോൾ അതെന്തോ ഒരു എന്താ പറയുക നമ്മൾ ആ സ്കേർട്ടിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഈ സാരി ആയതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് മീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പ്ലീറ്റ്സും കിട്ടും, അതിൻ്റെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഷാളും ഇപ്പോൾ നമുക്ക് കാണിക്കാം കേട്ടോ. ഇതാണ് അതിൻ്റെ ഷാൾ വരുന്നത്, സാരിയിൽ നിന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത സംഭവമാണ്. ഈ ഒരു ഷാള് നമുക്കിത് ഇതുപോലെ എന്താ പറയാ ഇങ്ങനെ ഇതിപ്പോ ഞാൻ ഇസ്തിരി ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. നമുക്കിത് ആവണി പോലെ നന്നായിട്ട് പ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ട് നേരത്തെ കുത്തി വെക്കാത്തോണ്ടാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ്. സാധാ നമ്മളെന്താ ഈ സ്കേർട്ടും ടോപ്പും മാത്രം ഇടുന്നതും ഭംഗിയാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അപ്പോൾ ഇത് നമുക്കൊരു ധാവണി മോഡൽ നമ്മളെ ഷോൾ ഇങ്ങനെ ഇടാം. ഇതിൻ്റെ ഫ്രണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ടിലല്ല എന്താ ബട്ടൺ വെച്ചിട്ടുള്ളത്, നമുക്ക് ബാക്കിലായതുകൊണ്ട് കുഴപ്പമില്ല. ഇത്രപ്പോലെ നമുക്ക് അതിൻ്റെ വർക്കും കൂടി കാണുന്ന വിധത്തിൽ നമുക്കത് വെയർ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഇവിടെ അപ്പം ധാവണിയായില്ലേ. അത് നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷന് പോലും നമുക്ക് ധരിക്കാൻ പറ്റും, കാരണം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ കളർ തന്നെയാണ്. ഇതിപ്പോൾ പെട്ടെന്ന് ആർക്കും കണ്ടാൽ മനസ്സിലായല്ലോ നമ്മൾ സാരി കൊണ്ടാണ് തയ്ച്ചിട്ടുള്ളതെന്ന്. അപ്പം അതന്നെയാണ് ഇതിൻ്റെ എന്താ പറയുക കൂടുതൽ ഭംഗി. അപ്പം ഇങ്ങനെ നമുക്ക് വെയർ ചെയ്ത് പോകാം. പിന്നെ നമ്മളെ ബ്ലൗസിനൊക്കെ നല്ല വർക്ക് അതിന് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബീഡ്സ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കുറച്ച് എന്താ നോർമലി സിമ്പിളായിട്ട് കുറച്ച് ബീഡ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുറകിലും വെച്ചിട്ടുണ്ട് കുറച്ച്. സാധാരണ നോർമലി നമ്മൾ കടയിൽ നിന്നൊക്കെ തുണി വാങ്ങി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് എന്താ 1000-ന് മേലെ ആവത്തെ അറിയാമായിരിക്കും എല്ലാവർക്കും അല്ലേ. അപ്പോൾ ഈ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു സാരി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ബഡ്ജറ്റും കുറഞ്ഞു വരും, നല്ല ഭംഗി തന്നെ നമുക്ക് തന്നെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച്. ഇതിപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു ഐഡിയ ചെയ്തതാണ്. പിന്നെ നമ്മുടെ ഈ റോസും ബ്ലൂ എന്നൊക്കെ പറയുന്നത് എല്ലാ ഒരുവിധമുള്ള സ്കിൻ ടോണുകാർക്കൊക്കെ ചേരുന്നതാണ്. നമ്മുടെ നിറം ഒന്നുകൂടി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം എന്താ പറയുക കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ സാരി ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, എന്താ വെച്ചാൽ കുറച്ച് പേര് ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഇതിപ്പം കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഇത് സാരി കൊണ്ട് അടിച്ചെന്നുള്ളതൊന്ന് ജസ്റ്റ് എല്ലാവരെയും അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ നമ്മുടെ എല്ലാ വീഡിയോസും സ്ഥിരമായി കാണുന്ന കുറേ പേരുണ്ട്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഒന്നും ഇടാത്തേ എന്നുള്ളത്. അതിനിപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. മാക്സിമം ശ്രമിക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി. നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയും കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക പുതിയതായി ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൽ ഓടുന്ന ഓപ്ഷനാണ്, അതും കൂടി ഒന്ന്